വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം നീണ്ട ഒരു 3-4 മാസമാവും തോന്നുന്നു ഞാനൊരു ഓൺ വോയിസ് ലോങ് വീഡിയോ ചെയ്തിട്ട്. എപ്പോഴും ഷോർട്സ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒരുപാട് എൻ്റെ വീഡിയോസിനകത്ത് വന്ന കമൻറ്റാണ്, ചേച്ചി Q&A ചെയ്യോ, ഓൺ വോയിസ് ചെയ്യോ, സ്കിൻ കെയർ ചെയ്യോ, മേക്കപ്പ് വീഡിയോ ചെയ്യുന്നൊക്കെ. അപ്പം ഇനിയുള്ള ഡേയ്സിലെല്ലാം ഒരു ലോങ് വീഡിയോ നിങ്ങൾക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നിങ്ങളെല്ലാവരും ഒരുപാട് ചോദ്യങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. പല വീഡിയോസിലും കമൻറ്റ്, സ്ഥലം എവിടെയാണ്, എങ്ങനെയാണ് പഠിച്ചത്, ഡ്രസ്സ് എങ്ങനെയാണ് കട്ടിങ്, ഹസ്ബൻഡ് എവിടെയാണ്, പിള്ളേർ എന്ത് ചെയ്യണം. അപ്പം എല്ലാവർക്കും എല്ലാ ചോദ്യത്തിനുള്ള മറുപടി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയെ. അപ്പം എല്ലാവർക്കും വീണ്ടും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ എൻ്റെ സ്ഥലം എവിടെയാണ്, ഞാൻ എവിടെയാണ് താമസിക്കുന്നത്. ഞാനിവിടെ ട്രിവാൻഡ്രത്ത് കഴക്കൂട്ടത്താണ് ഞാൻ താമസിക്കുന്നത്. പിന്നെ എൻ്റെ ഏജ് ചോദിച്ചവരുണ്ട്. എനിക്കിപ്പോൾ ഒരു 33 വയസ്സായിട്ടുണ്ട്. പിന്നെ മോൻ എന്ത് ചെയ്യാണ്, മോൾ എന്ത് ചെയ്യാണ്. മോൻ ഇപ്പം 9th കഴിയാറായിട്ടുണ്ട്. 2 മാസം ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് നേരെ 10ാം ക്ലാസ്സിലാണ്. പിന്നെ മോള് ഇപ്പം 7th. ഇനി ഒരു 2 മാസം ക്ലാസ് കഴിയുമ്പോഴത്തേക്കും അവൾ 8th. അപ്പം ഈ ഒരു വർഷം എനിക്ക് ഇത്തിരി പാടായിരിക്കും വീഡിയോസ് ഒക്കെ ചെയ്യാൻ. കാരണം അവൻ SSLC ആയതുകൊണ്ട് പഠിത്തത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ട്. അപ്പം അവൻ കുറച്ച് ലാഗായിരിക്കും ഈ ഒരു വർഷം. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചത്, ചേച്ചി എങ്ങനെയാണ് ഡ്രസ്സ് ഡിസൈനിങ് പഠിച്ചത്, എങ്ങനെയാണ് ബ്യൂട്ടീഷ്യൻ മേക്കപ്പിൻ്റെ ഒക്കെ ഞാൻ ഓരോ വീഡിയോസ് ഇടുമ്പോഴത്തേക്കും എനിക്ക് വന്ന കമൻ്റാണ് എങ്ങനെയാണിത് പഠിച്ചത്. സത്യം പറയാൻ ഒരു മോൻ്റെ കുഞ്ഞിലെ ഒരു 9 വർഷത്തിന് മുന്നേ ഞാൻ ബ്യൂട്ടീഷ്യൻ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഈ TV പരസ്യം കാണില്ലേ, ഗവൺമെന്റിന്റെ GTD, സ്റ്റെഡ്, അങ്ങനെ ഓരോ ഗവൺമെന്റിന്റെ കീഴിലാണ് ഞാൻ ബ്യൂട്ടീഷ്യൻ പഠിച്ചത്. പക്ഷെ അത് അങ്ങനെ പഠിക്കാൻ ഇനി ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അങ്ങനെ പഠിക്കാൻ നിൽക്കരുത്. കാരണം നമ്മൾ ബ്യൂട്ടീഷ്യൻ കോഴ്സ് നമ്മൾ പാർലറിൽ പോയി തന്നെ എക്സ്പീരിയൻസ് ആയി നമുക്ക് പ്രാക്ടീസ് ചെയ്ത് തന്നെ വേണം നമ്മൾ ബ്യൂട്ടീഷ്യൻ പഠിക്കാൻ. അതല്ലാതെ നമ്മൾ ഗവൺമെന്റിന്റെ കീഴിൽ ഇതുപോലെ GTD, സ്റ്റെഡ് കൗൺസിൽ അങ്ങനെയൊക്കെ പറഞ്ഞു പോയി നമ്മൾ ബ്യൂട്ടീഷ്യൻ പഠിച്ച് വെറുതെ നമ്മളെ പൈസ കളയാന്നല്ലാതെ നമുക്ക് ഒരു യൂസും ഇല്ല. കാരണം നമ്മൾ മേക്കപ്പ് പഠിക്കണമെങ്കിൽ കോഴ്സായിട്ട് എടുക്കാതെ പാർലറിൽ തന്നെ പോയി പഠിക്കണം. അപ്പം ഞാൻ അങ്ങനെയാണ് പഠിച്ചത്, ബ്യൂട്ടീഷ്യൻ പഠിച്ചത്. പിന്നെ അതിനകത്ത് മേക്കപ്പോ കാര്യങ്ങളോ ഒന്നും നമുക്ക് അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. ജസ്റ്റ് എന്താണ് എന്ന് പറഞ്ഞു തരും എന്നല്ല, നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഫേസോ ഹെയർ കട്ടിനുള്ള ഹെയറോ ഐബ്രോ ചെയ്യാനോ ഒന്നും നമുക്ക് അങ്ങനെ കിട്ടാറില്ല. ഇപ്പൊ പാർലറിലാകുമ്പോൾ കുറച്ചുകൂടി നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പം ഇങ്ങനെയാണ് ഞാൻ ബ്യൂട്ടീഷ്യൻ പഠിച്ചത്. മേക്കപ്പിനെ കുറിച്ച് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്ന കമന്റ് ആണ്, ചേച്ചി എങ്ങനെയാണ് ഡ്രസ്സ് ഡിസൈനിങ്, കട്ടിങ്, എങ്ങനെയാണ് ഇത് പഠിച്ചത്, എത്ര നാൾ കോഴ്സ്. സത്യത്തിൽ ഞാൻ ബ്യൂട്ടീഷ്യൻ പഠിച്ചതല്ലാണ്ട് കോസ്റ്റ്യൂം ഡിസൈനിനെ കുറിച്ച് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഞാൻ അങ്ങനെ ഒരു സംഭവമേ പഠിച്ചിട്ടില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പഠിക്കണമെന്നൊക്കെ. ഡ്രസ്സിനോടുള്ള ഇഷ്ടം കൊണ്ട്, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഫംഗ്ഷന് പോകുമ്പോഴത്തേക്കും ഓരോരുത്തരുടെ ഡ്രസ്സ്, അവരുടെ കളറും ഡിസൈനിങ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയ ശേഷം എനിക്ക് അതിനോടൊരു ഇഷ്ടം തോന്നിയിട്ടാണ് സ്വന്തമായിട്ട് തന്നെ ഓരോ കളർ എടുക്കും, അതിനൊരു കോൺട്രാസ്റ്റ് കോമ്പിനേഷൻ നോക്കും, അതിലെന്തെങ്കിലുമൊക്കെ അറിയാന്നുള്ള പോലെ യൂട്യൂബിൽ നോക്കി ചെറിയ ചെറിയ വർക്കുകൾ നോക്കി പഠിക്കും. അത് ഏതെങ്കിലും പഴയ തുണിയിലോ അല്ലെങ്കിൽ ടവലിലോ തോർത്തിലോ, നമുക്ക് തോർത്തിലൊക്കെ ത്രെഡ് വെച്ച് വലിച്ചു പിടിക്കാൻ ഭയങ്കര പാടാണ്. കാരണം തോർത്തുകൊണ്ട് ചുരുങ്ങിപ്പോ. അങ്ങനെയൊക്കെയാണ് ഞാൻ ഓരോരോ ഫ്ലവറും കാര്യങ്ങളും എല്ലാം പഠിച്ചത്. അതല്ലാണ്ട് ഞാൻ കോസ്റ്റ്യൂം ഡിസൈനിങ്ങിന്റെ ഒരു ആരി വർക്ക് ഞാൻ പഠിച്ചിട്ടില്ല. എനിക്ക് ആരി വർക്ക് പഠിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. എനിക്ക് ഡിസ്കിന് ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ ഇപ്പം അത് പതിയെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കാണ്. എന്നാലും എന്തെങ്കിലും ഫംഗ്ഷനും കല്യാണം കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര വെപ്രാളമാണ്. നല്ല ഡ്രസ്സ് ഇടണം, അങ്ങനെ ചെയ്യണം, നടു വേദനിച്ചാലും കുഴപ്പമില്ലാന്ന് വെച്ച് മെനക്കെട്ടിരുന്ന് ചെയ്യാറുണ്ട്. കൂടുതലും എന്തെങ്കിലും ത്രെഡ് വർക്ക്, ബീഡ്സ് അങ്ങനെയുള്ളതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. അത് ഞാൻ പഠിക്കാതെ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ മെയിനായിട്ട് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോഴത്തേക്കും എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട്, ചേച്ചി കളർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ കോൺട്രാസ്റ്റ് എങ്ങനെയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ, ഞാൻ ഇവിടുന്ന് എല്ലാം പ്ലാൻ ചെയ്ത് പോകണില്ല. അവിടെ ചെല്ലുമ്പം കണ്ണിന് പിടിച്ച കളർ ഏതാണ്, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ ഏതാണ്. ചില മെറ്റീരിയലിന്റെ പേരൊക്കെ എൻ്റെ അടുത്ത് പല വീഡിയോസിലും കമന്റ് ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് മെറ്റീരിയലിന്റെ പേര് അറിഞ്ഞുകൂടാത്തത് കൊണ്ടായിരിക്കാം ഞാൻ റിപ്ലൈ കൊടുക്കാത്തത്. ചില മെറ്റീരിയൽ എനിക്ക് ഏകദേശം കൂടുതൽ അറിയാവുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഓർഗൻസ, മലൈ സിൽക്ക്, വിജിറ്റ സിൽക്ക്, ക്രേപ്പ്, അങ്ങനെയുള്ള കുറച്ച് മെറ്റീരിയലാണ് എനിക്ക് നിലവിൽ അറിയാവുന്ന. എല്ലാ മെറ്റീരിയലിന്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും എനിക്ക് കണ്ണിൽ കാണുന്ന, ഇഷ്ടപ്പെടുന്ന ഏത് കളറാണ്, ആ കളർ എടുക്കുമ്പം അതിന്റെ കോൺട്രാസ്റ്റ് കളർ ഏതാണ്, ഷോൾ നല്ലത്, അല്ലെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ത്രെഡ് വർക്ക് കൊടുത്ത ഏത് കളർ. അപ്പൊ എന്റെ മൈൻഡിലുള്ള ഒരു ഐഡിയ വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. ചില ദിവസങ്ങളിൽ ചില ഡ്രസ്സിൽ എല്ലാം ചെയ്തു വരുമ്പോഴത്തേക്കും നല്ല സക്സസ് ആവും. ചിലത് ഫ്ലോപ്പ് ആയി പോവും, വർക്ക് എന്തെങ്കിലും ഫിനിഷിംഗ് ഇല്ലാതെയോ ഒരു ഏറിയ ഇല്ലാത്ത ലുക്കിലായി പോവും. എന്നാലും ഞാൻ അതിനെ തട്ടിക്കൂട്ടി എന്റെ മാക്സിമം എടുക്കാൻ നോക്കാറുണ്ട്. പിന്നെ റെഡിമെയ്ഡ് ടോപ്പ്, അതായത് സിമ്പിൾ വർക്ക് അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള ടോപ്പ് ആയിരിക്കും, പക്ഷെ അത് നമുക്ക് അതിലെ വർക്ക് നമുക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷെ അങ്ങനെയുള്ള ഡ്രസ്സ് ഞാൻ എടുത്തിട്ട്
അത് ഫുൾ അഴിച്ചു കളഞ്ഞിട്ട് എൻ്റെ ഐഡിയയിൽ എന്തെങ്കിലും പാറ്റേണോ എക്സ്ട്രാ ത്രെഡോ എന്തെങ്കിലും സ്വീക്വൻസും കാര്യങ്ങളൊക്കെ കൊടുത്ത് അതിനൊന്ന് പൊടി തട്ടി എടുക്കാറൊക്കെ ഞാൻ ചെയ്യണം. അങ്ങനെ ഒരു ടോപ്പ് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് എന്തായാലും ഞാൻ കാണിച്ചു തരാം. സ്റ്റാർട്ടിങ് തൊട്ടുള്ള വീഡിയോയും കാണിച്ചു തരാം. പിന്നെ എനിക്ക് ഏറ്റവും വലിയ ഒരുപാട് എൻ്റെ വീഡിയോസിൽ ഇൻസ്റ്റയിലും സ്റ്റോറിയിലും യൂട്യൂബിലും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കമന്റ് ആണ്, ചേച്ചി ഹസ്ബൻഡ് എവിടെയാണ്, ഹസ്ബൻഡ് ഇല്ലേ, നിങ്ങൾ സെപ്പറേറ്റ് ആണ്, സിംഗിൾ. ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഒരുപാട് വീഡിയോസിനകത്ത് കമന്റിനകത്തൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കണ്ടിട്ടും എൻ്റെ വീഡിയോസ് ഒക്കെ കേട്ടിട്ടും വീണ്ടും വീണ്ടും വന്ന് ഇങ്ങനെ ചോദിക്കുന്നവരുണ്ട്, ഹസ്ബൻഡ് എവിടെ, ഹസ്ബൻഡ്. ചിലർ ചൊറിയാൻ വേണ്ടിയിട്ട് മാത്രം വന്ന് നിൽക്കുന്നവരുണ്ട്. ഹസ്ബൻഡ് എൻ്റെ കൂടെ തന്നെയാണ്, ഈ വീട്ടിൽ തന്നെ ഉണ്ട്. പുള്ളിക്കാരെ ഫേസ് കാണിക്കാൻ ഭയങ്കര മടിയാണ്, അപ്പൊ ഫേസ് അങ്ങനെ കാണിക്കൂല. വീഡിയോസ് എടുക്കാനും ഈ ഫീൽഡിൽ എന്നെ കൊണ്ടുവരാൻ എല്ലാത്തിനും ഫുൾ സപ്പോർട്ടായിരുന്നു. അതല്ലാണ്ട് ക്യാമറയുടെ മുന്നിൽ വരാൻ ഭയങ്കര മടിയാണ്. അതുകൊണ്ടാണ് വരാത്തത്. അല്ലാതെ ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ടോ ഇവർക്ക് അച്ഛനില്ലാത്തതുകൊണ്ടോ ഒന്നുമല്ല. വീഡിയോയിൽ വരാറില്ല. ഞാനും മക്കളും ഹസ്ബൻഡും അമ്മയും കൂടെയാണ് വീട്ടിൽ. വരാത്തത് കൊണ്ടാണ്, അല്ലാണ്ട് ഒഴിവാക്കി നിർത്തിയിട്ടൊന്നുമല്ല. പല കമന്റും ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഹസ്ബൻഡിന്റെ കൂടെ കൂട്ടിക്കൂടെ. നമ്മൾ ഒരാൾക്ക് ഇഷ്ടമല്ല, നമുക്ക് ആ ഫീൽഡിൽ നിൽക്കാൻ ഫേസ് കാണിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാളെ നമ്മൾ പിടിച്ചോണ്ട് വെച്ച് ഒരുമാതിരി കോമാളി ആക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അത് ഈ കമന്റ് ചെയ്യുന്നവരോട് മനസ്സിലാക്കണം. ഇഷ്ടമില്ലാത്ത ഒരാളെ നമ്മൾ നിർബന്ധിച്ച് നിർത്തിയിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ നിർത്താത്തല്ല, നിൽക്കാത്തത് കൊണ്ടാണ് വീഡിയോ എടുക്കാത്തത് കേട്ടോ. അല്ലാതെ ഹസ്ബൻഡ് ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല, എന്റെ കൂടെ തന്നെ ഉണ്ട്. പിന്നെ എല്ലാവരും ചോദിക്കാറുണ്ട്, ഫാമിലിയെ കുറിച്ചൊക്കെ ഒന്ന് പറയോ, ഫാമിലി എവിടെയാണ്. എന്റെ അമ്മ എന്റെ കൂടെ ഉണ്ട്, അച്ഛൻ ഇവിടെ ഇല്ല. അച്ഛൻ തമിഴ്നാട്ടിൽ ഒരു ട്രാവൽസും കാര്യങ്ങളായിട്ടൊക്കെ നടക്കുകയാണ്. പിന്നെ അനിയത്തി ഇവിടെ ഇല്ല, അവള് UK-യിലാണ്. ഇപ്പൊ നിലവില് ഞാനും മക്കളും അമ്മയും ഹസ്ബൻഡുമായിട്ടാണ് ഒരു വീട്ടില്. പിന്നെ ഫാമിലിയെ കുറിച്ച് പറയാനാണെങ്കിൽ അമ്മയുടെ ഫാമിലി ആയിട്ടൊക്കെ ഞാൻ ഏകദേശം നല്ല കോണ്ടാക്റ്റും കാര്യങ്ങളുമാണ്. പിന്നെ എൻ്റെ ഹസ്ബൻഡിന്റെ ഫാമിലിയായിട്ട് ഞാൻ വലിയ ടച്ച് ഇല്ല. കാരണം എന്നെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചത് എൻ്റെ ഹസ്ബൻഡിന്റെ ഫാമിലിയാണ്. അത് ഞാൻ എല്ലാവരെയും പറയൂല, കുറച്ച് ആൾക്കാർ മാത്രം എന്നെ സപ്പോർട്ട് ചെയ്തതും എനിക്ക് ഒരു വയ്യായിക വന്നപ്പോൾ എൻ്റെ കൂടെ നിന്നവരൊക്കെ ഉണ്ട്. പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ ഈ 33 വയസ്സിനിടയ്ക്ക് എന്നെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചത് എൻ്റെ ഹസ്ബൻഡിന്റെ കുടുംബക്കാരാണ്. എല്ലാവരെയും ഞാൻ പറയൂല. എനിക്ക് ഈ ക്യാമറയുടെ മുന്നേ ഒന്നോ എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഒന്നോ അത് ഞാൻ ഓപ്പൺ ആയിട്ട് പറയാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. അവർ കേട്ടാലും എനിക്കൊരു കുഴപ്പമില്ല, കേൾക്കാൻ വേണ്ടി തന്നെയാണ് പറയുന്നത്. ഞാൻ സ്ട്രഗിൾ ചെയ്തത്, ഒറ്റപ്പെടുത്തിയതും പ്രഗ്നൻസി ടൈമിലൊക്കെ ഞാൻ അനുഭവിക്കാനായിട്ട് ഒന്നുമില്ല. അപ്പം എനിക്ക് ഇഷ്ടമില്ലാത്തതും എൻ്റെ ഹസ്ബൻഡിന്റെ കുടുംബക്കാരിൽ കുറച്ച് ആൾക്കാരാണ് ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത്. അപ്പം ഇപ്പം ഞാൻ ഭയങ്കരമായിട്ട് ഉയർന്ന് അല്ലെങ്കിൽ ഭയങ്കര സെറ്റപ്പായി ഗെറ്റപ്പായി എന്നല്ല ഞാൻ പറയുന്നത്. എനിക്ക് യൂട്യൂബിൽ കൂടെ ഒരു ഏണിങ്സ് കിട്ടിയപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം അവർക്ക് മുന്നിൽ ഒന്ന് കാണിച്ചു കൊടുക്കണമെന്നുണ്ടായിരുന്നു. മുമ്പും എന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, മേക്കപ്പ് ചെയ്ത് നടക്കണ മക്കൾ എത്രയും വലുതായി ഒരു ഉപയോഗമില്ല എന്ന് പറഞ്ഞിട്ട് കളിയാക്കി കൊടുത്തൊക്കെ എനിക്ക് യൂട്യൂബിലെ ഏണിങ്സ് ഒക്കെ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം എന്നെ താഴ്ത്തി കെട്ടി കുറ്റം പറഞ്ഞുകൊണ്ട് മുന്നിലൊന്ന് വരുന്ന കാണിക്കാമല്ലോ. അപ്പം ഇതാണ് ഹസ്ബൻഡ് ആൾക്കാർ. എല്ലാരെയും അല്ല ഞാൻ പറയുന്നത്, കുറച്ചു പേരെ മാത്രമാണ്. കുഞ്ഞമ്മയുടെ മോള്, ഹസ്ബൻഡ് കുഞ്ഞമ്മയുടെ മോള്, അവളാണ് എന്റെ നാത്തൂനായിട്ട് എന്റെ മനസ്സിലായത്. ഞാൻ മിക്കപ്പോഴും സ്റ്റോറിയൊക്കെ ഇടാറുണ്ട്. എന്റെ ഹസ്ബൻഡിന്റെ സഹോദരി, അതായത് എന്റെ ഒറിജിനൽ നാത്തൂനായിട്ട് ഞാൻ പിണക്കത്തിലാണ്. ഞങ്ങള് സഹകരിക്കൂല, എനിക്ക് ഇഷ്ടമല്ല സഹകരിക്കുന്നത്. ഓപ്പണായിട്ട് തന്നെ പറയാം. ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നുണ്ട് അതിൽ 2 പേരെ. പിന്നെ നാത്തൂനായിട്ട് ഞാൻ അവളെയാണ് കാണുന്നത്. അവളും ഞാനും നല്ല ഓപ്പൺ ആയിട്ട് എല്ലാം സംസാരിക്കും. എല്ലാം ഓപ്പൺ ആയിട്ടാണ്, വിളിക്കാറുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട്. അവളുടെ അമ്മ കുഞ്ഞമ്മയായിട്ട് ഞാൻ നല്ല കോണ്ടാക്ട് ആണ്. പിന്നെ മാമിമാരായിട്ടൊക്കെ നല്ല കോണ്ടാക്ട് ആണ്. അതായത് ഹസ്ബൻഡ് മാമന്മാരും മാമന്റെ വൈഫ് എല്ലാവരും അല്ല, കുറച്ച് പേര്. പിന്നെ എൻ്റെ അനിയന്മാരെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എനിക്ക് ആകെ ഒരു സഹോദരനാണുള്ളത്, എൻ്റെ വല്യച്ഛൻ്റെ മോൻ. അതായത് ഞങ്ങൾ 4 പെൺപിള്ളേർക്കും ഒരു സഹോദരൻ മാത്രമാണ്. അവനെ കൂടാതെ എനിക്കുള്ള എൻ്റെ അനിയന്മാരെന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് കൂട്ടത്തിലുള്ളതാണ്. അതിലും എല്ലാവരെയും പറയില്ല, കുറച്ച് പേര് മാത്രം എനിക്ക് എൻ്റെ സ്വന്തം അനിയന്മാരെ പോലെയാണ്. പിന്നെ ഉണ്ടെന്ന് പറയാൻ എനിക്ക് എൻ്റെ ഹസ്ബൻഡിന്റെ ആൾക്കാരിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ശത്രുക്കളാണുള്ളത്. ഞാൻ നന്നാവണ ഇഷ്ടമില്ല, ഞാൻ നല്ല ഡ്രസ്സ് ഇടുന്ന ഇഷ്ടമില്ല, ഞാൻ നന്നായിട്ട് മേക്കപ്പ് ചെയ്യുന്ന ഇഷ്ടമില്ല, ഞാൻ അവിടെ പോകുന്ന ഇഷ്ടമില്ല, ഇവിടെ പോകുന്ന ഇഷ്ടമില്ല. കാരണം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചൊറിഞ്ഞ് കണ്ടുപിടിച്ച് അതിനെ കുത്തിപ്പൊക്കി വലിയൊരു പുണ്ണാക്കാൻ വേണ്ടി ഇരിക്കുന്ന ടീമാണ് ഇവര്. സത്യത്തില് എനിക്ക് പറയുമ്പോഴേ സങ്കടമാണ്. എൻ്റെ മോള് കുഞ്ഞായിരിക്കുമ്പം, അവൾക്ക് 1 വയസ്സ് പോലും ആയിട്ടില്ല, ഞാൻ വാടകയ്ക്ക് താമസിക്കുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡ് അപ്പച്ചി എന്നെ അടിച്ചിട്ടുണ്ട്. അപ്പൊ അത് കേസും കാര്യങ്ങളൊക്കെ കൊടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതങ്ങ് ഒഴിവാക്കി വിട്ട്. അപ്പൊ അവരുടെ കയ്യിൽ നിന്ന് അടി വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും പിണക്കമാണ്, കുറെ വർഷമായി.
അവർക്ക് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടെ. എന്നെ ഇങ്ങനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം വന്ന് ഫാമിലിയിൽ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷന് പോകുമ്പോഴത്തേക്കും എന്നെ മാത്രം ഫോക്കസ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ എന്നെ പറയണം എന്ന് ഇങ്ങനെ മുന്നിട്ട് നിൽക്കുന്ന കുറെ ആൾക്കാരാണ്. ഇതിലിപ്പം ഈ വീഡിയോ ഏതെങ്കിലും ഒരു ഫാമിലി ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടാ. കാരണം എന്റെ ശത്രുക്കൾ കാണാൻ വേണ്ടിയിട്ടാണേ. അപ്പൊ എനിക്കത് സോഷ്യൽ മീഡിയയിൽ കൂടെ നിങ്ങളെടുത്ത് ഷെയർ ചെയ്യണം. എന്റെ യൂട്യൂബിലുള്ള എന്റെ സബ്സ്ക്രൈബേഴ്സ്, കാരണം എന്നെ സ്നേഹിക്കുന്നവർ ഒരുപാട് ഇതിനകത്തുണ്ടെന്ന് എനിക്കറിയാം. എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട്, എന്റെ ഡ്രസ്സ് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്, എന്തെങ്കിലും അസുഖം വന്നാൽ ചോദിക്കാറുണ്ട്. അത് പലപ്പോഴും എന്റെ ഫാമിലിന്ന് കിട്ടാത്തത് എന്റെ ഈ ഫ്രണ്ട്സ് വഴി എനിക്ക് കിട്ടാറുണ്ട്. അപ്പൊ ഇതാണ് മെയിനായിട്ട് ഫാമിലി. എന്റെ അമ്മയുടെ ആൾക്കാരോട്ടൊക്കെ എനിക്ക് ഓക്കെ നല്ല രീതിക്ക് സഹകരിക്കാറുണ്ട്. അച്ഛൻ്റെ ആൾക്കാരൊക്കെ എനിക്ക് എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമാണ്. എന്നെ വിളിക്കാറുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട്. അവർക്കൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. എന്നെ വെറുക്കുന്നതും എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തതും ഞാൻ ഏറ്റവും വെറുക്കുന്നതും എൻ്റെ ഹസ്ബൻഡിന്റെ കുറച്ച് ആൾക്കാരെ മാത്രമാണ്. അതല്ലാതെ എല്ലാവരും എനിക്ക് ഇഷ്ടമാണ്. പിന്നെ എൻ്റെ അടുത്ത് എങ്ങനെയാണോ സംസാരിക്കുന്നത്, എൻ്റെ അടുത്ത് എങ്ങനെയാണോ ചിരിച്ച് കളിക്കുന്നത്, എൻ്റെ അടുത്ത് എങ്ങനെയാണോ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നത്, അതുപോലെ ഞാനും തിരിച്ചു നിൽക്കും. അതല്ല എൻ്റെ അടുത്ത് വെയിറ്റ് ഇട്ട് ഭയങ്കര ജാടയിലൊക്കെ സംസാരിക്കണേ, ഞാനും അത്യാവശ്യം ഒരു ഗ്യാപ്പ് ഇട്ടേ സംസാരിക്കുള്ളൂ. അതല്ലാതെ ഞാൻ നല്ല ഓപ്പൺ മൈൻഡ് ആണെന്ന് എൻ്റെ ഇതിനകത്തുള്ള കുറച്ച് പേർക്ക് എന്തായാലും അറിയാം. അപ്പൊ ഇതാണ് ഫാമിലിയെ കുറിച്ച് പറയാ ഉണ്ടെങ്കിൽ. പിന്നെ നിങ്ങൾ ചോദിച്ചതെന്ന് പറഞ്ഞാൽ പിന്നെന്തോന്നു, പിന്നെ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം, എന്റെ അടുത്ത് പലരും ഇങ്ങനെ കമന്റ് ചെയ്യാറുണ്ട്, ചേച്ചി ഒരു ബൊട്ടീക്ക് സ്റ്റാർട്ട് ചെയ്തൂടെ, ഒരു കടയായിട്ട് തുടങ്ങിക്കൂടെ എന്നൊക്കെ എനിക്കിങ്ങനെ കുറെ കമന്റ് വരാറുണ്ട്. എനിക്ക് ബൊട്ടീക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ എന്താ ഒരു ബഡ്ജറ്റ് വെച്ച് എനിക്ക് എന്തായാലും നടക്കൂല. എപ്പോഴെങ്കിലും ഒരു സമയം ലോട്ടറി അടിക്കുമ്പോഴോ എപ്പോഴെങ്കിലും എന്തായാലും ഒരു ബൊട്ടീക്ക് ഞാൻ ഇടും, ഉറപ്പാണ്. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അതിങ്ങനെ സ്റ്റാഫിനെ വെച്ചിട്ട് അങ്ങനെ ഭയങ്കര ഹൈ ആയിട്ട് തുടങ്ങുമെന്നല്ല, ഞാൻ തന്നെ ഒരു ചെറിയൊരു വീട്ടിലാണെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെറിയ രീതിക്ക് എൻ്റെ ഐഡിയാസ്. ഇപ്പം ഞാൻ ഇടുന്ന ഡ്രസ്സ് കണ്ടിട്ട് എൻ്റെ അടുത്ത് മിക്കവരും ചോദിക്കാറുണ്ട്, ചേച്ചി ആംബ്രല ചെയ്ത് തരുമോ, ആ ഡ്രസ്സ് എവിടെ നിന്നാണ് എടുത്തത്, അതിന് കട്ടിങ് എങ്ങനെയാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഞാനത് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ സക്സസ് ആവാം, ചിലപ്പോൾ ഫ്ലോപ്പ് ആവാം. എന്തായാലും എനിക്ക് ഇതിനകത്തുള്ള കുറച്ച് എൻ്റെ സബ്സ്ക്രൈബേഴ്സും എന്നെ സ്നേഹിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, അവരെങ്കിലും കുറച്ച് എടുക്കുമല്ലോ, അവർക്ക് യൂസ്ഫുൾ ആവട്ടെ എന്ന് വെച്ചിട്ട് എനിക്കത് തുടങ്ങണമെന്നൊരു ആഗ്രഹമുണ്ട്. ഇപ്പം എന്തായാലും ഇല്ല. പിന്നെ പുറത്ത് ഓർഡർ ചെയ്ത് കൊടുക്കുന്നുണ്ടോ, ഓർഡർ എടുക്കുന്നുണ്ടോ, കസ്റ്റമൈസേഷൻ ഒക്കെ ചോദിക്കാറുണ്ട്. ഞാൻ പുറത്തൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്, വർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. നിങ്ങൾ എനിക്കിപ്പോൾ യൂട്യൂബിൽ എൻ്റെ നമ്പർ ഇടാൻ ഒരു ബുദ്ധിമുട്ടായത് കൊണ്ടാണ് ഞാൻ ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്തത്. അതിനകത്ത് നമുക്ക് ഇൻബോക്സിനകത്ത് പ്രൈവറ്റ് ആയിട്ട് നിങ്ങൾക്ക് നമ്പർ തരാമല്ലോ. അപ്പൊ അങ്ങനെ നിങ്ങൾ നമ്പർ തന്നിട്ട് എന്നെ കോൺടാക്ട് ചെയ്ത് എന്തായാലും നിങ്ങൾക്ക് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരുന്ന ഡ്രസ്സിൽ ഡിസൈനിങ് മാത്രമാണെങ്കിൽ അങ്ങനെയും തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ അങ്ങനെ കോൺടാക്ട് ചെയ്താൽ മതി. ചില മെസ്സേജ് ഞാൻ കാണാറ് പോലും ഇല്ല, അപ്പൊ അതുകൊണ്ടായിരിക്കും റിപ്ലൈ തരാത്ത, അല്ല ജാടയെന്ന് വിചാരിക്കല്ലേ. അപ്പം ഇതാണ് എൻ്റെ ഭാവിയിലെ പ്ലാൻ, ഒരു ബൊട്ടീക്ക് തുടങ്ങണമെന്നും. പിന്നെ സത്യത്തിൽ എനിക്ക് സ്വന്തമായിട്ട് വീടില്ല, ഞാൻ റെന്റിനാണ് താമസിക്കുന്നത്. അപ്പൊ എനിക്ക് ഒരു വീട് വെക്കണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. സ്വന്തമായിട്ട് വീട് വെക്കണം, ഒരു ബൊട്ടീക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അതൊക്കെ പതിയെ ദൈവാനുഗ്രഹിച്ച് പതിയെ നടക്കുമെന്ന് തോന്നുന്നു. കാരണം വെറും സീറോയിൽ കിടന്ന് ഞാൻ ഇന്ന് എവിടെയും എത്തിയെന്നല്ല പറയണേ, എന്തൊക്കെയോ ആയ പോലൊരു ഫീൽ എൻ്റെ മനസ്സിലുണ്ട്. പിന്നെ എന്നെ അറിയാന്നുള്ളവർക്കും അറിയാം, എന്തൊക്കെയോ ആയതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. അത് യൂട്യൂബിൽ ഏർണിങ്സ് കിട്ടിയതിന് ശേഷമാണ്. അപ്പം ഭാവിയിൽ എപ്പോഴെങ്കിലും ഒരു വീട് വെക്കണം, ഒരു ബൊട്ടീക്ക് ഇടണം എന്നൊക്കെ ഉണ്ട്. എനിക്ക് വീട് നമുക്ക് റെന്റും എല്ലാം കൂടെ ഭയങ്കര ടൈറ്റ് ആവും. അപ്പൊ അതിനിടയ്ക്ക് നമുക്കൊരു ബൊട്ടീക്ക് കൂടെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂല. അപ്പം നിലവിൽ ഇതൊക്കെയാണ് എൻ്റെ ഫാമിലി, എൻ്റെ ഇനിയുള്ള പ്ലാന്, എൻ്റെ പിള്ളേരുടെ പഠിത്തം, എൻ്റെ ഹസ്ബൻഡ്, അച്ഛൻ, അമ്മ, അനിയത്തി, പിന്നെ എന്താണ് അവരുടെ ക്ലാസ്, ഏകദേശമുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട്, പിന്നെ ബ്യൂട്ടീഷ്യന്റെ കാര്യം, പിന്നെ ഡിസൈനിങ്ങിന്റെ കാര്യം എല്ലാം നിങ്ങളുടെ ഷെയർ ചെയ്ത്. ഇതല്ല ഇനി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചോദിച്ചത് ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയിൽ കമന്റ് ചെയ്യണം കേട്ടോ. എന്തായാലും Q&A പാർട്ട് 2 ആയിട്ട് എന്തായാലും ഞാൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള സ്കിൻ കെയറിൽ ഞാൻ കുറച്ചും കൂടെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്, കുറച്ച് പ്രോഡക്റ്റ് ഒക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണം. അപ്പം ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. പിന്നെ എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കാറുണ്ട്, ചേച്ചി ഈ ജിമുക്ക കണ്ടില്ലേ, ഞാൻ ഇട്ടേക്കുന്ന ജിമുക്ക ഇത് ഏറ്റവും വലിയ ജിമുക്കയാണ്. ഞാൻ നിങ്ങൾക്ക് ഊരി കാണിച്ചു തരാം. ഞാൻ ഏറ്റവും കൂടുതൽ മേടിക്കുന്നത് ഇതാണ് ജിമുക്ക, കണ്ടില്ലേ. ഈ ജിമുക്കയൊക്കെ റേറ്റ് വന്നിട്ട് 280, ഒരു 300 ആ റേറ്റ് ഒക്കെയാണ് ഈ ജിമുക്ക. ഞാൻ ഏറ്റവും കൂടുതൽ ഫാൻസിന്ന് മേടിച്ച് കൂട്ടുന്ന ഈ 2 സാധനമാണ്, ജിമുക്കയാണ്. അപ്പൊ ഇത് ഞാൻ അങ്ങനെ സ്ഥിരം ജിമുക്ക എടുക്കാനായിട്ട് ഒരു ഷോപ്പില്ല. നമുക്ക് ട്രിവാൻഡ്രത്ത് അങ്ങനെ എല്ലാ ഫാൻസിലൊന്നും കിട്ടാറില്ല. നമ്മുടെ വെറൈറ്റി, അതായത് സ്റ്റാച്ചുവിന്റെ താഴെ വെറൈറ്റിയിൽ കിട്ടാറുണ്ട്.
പിന്നെ നമ്മുടെ അൽഹിബയിൽ ഇത്രയും വലുതൊന്നുമില്ല. ഇതിപ്പോ ഞാൻ എടുത്തത് എറണാകുളത്ത് നിന്നാണ്. എറണാകുളത്ത് നമ്മുടെ വെസ്റ്റേൺ ലേഡിയുടെ തൊട്ടപ്പുറത്തെ ഷോപ്പാണ്. ഷോപ്പിന്റെ പേര് എനിക്ക് കറക്റ്റ് ആണുണ്ട്. പിന്നെ നമ്മുടെ എറണാകുളത്ത് ബ്രോഡ്വേക്കകത്തും വലിയ വലിയ ജിംകാലുണ്ട്. ഇതിന്റെ മീഡിയം ടൈപ്പ് ഒക്കെ ഉണ്ട്. നല്ല കളക്ഷൻസ് ആണ്. പക്ഷെ നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും ഏകദേശം ഉള്ള എല്ലാം തീർന്നിരിക്കും. അപ്പം ഇതാണ് എന്റെ ജിംക കളക്ഷന്റെ ഷോപ്പ്. അല്ലാതെ കറക്റ്റ് ഞാൻ ഓൺലൈനിൽ നിന്നും ജിംക മേടിക്കാറില്ല. പിന്നെ ഞാൻ ഇടുന്ന റിങ്ങിന്റെ ഓൺലൈൻ ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഡ്രസ്സ്, ഫാൻസി ഐറ്റംസ് അങ്ങനെ ഉള്ളതൊന്നും ഞാൻ അങ്ങനെ ഓൺലൈൻ വഴി എടുക്കാറില്ല. എനിക്ക് എന്തെങ്കിലും ഇഷ്ടം തോന്നിയാൽ മാത്രമേ എടുക്കൂ. അല്ലാണ്ട് ഞാൻ സ്റ്റോറിൽ പോയി തന്നെയാണ് എടുക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് നിങ്ങൾ ചോദിച്ച കുറേ ചോദ്യങ്ങളെന്ന് എനിക്ക് തോന്നുന്നത്. എന്തൊക്കെയോ ഞാൻ വിട്ടുപോയെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അപ്പം നിങ്ങൾക്ക് അടുത്ത എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ വീഡിയോയിൽ വന്ന് കമന്റ് ചെയ്യണേ. അപ്പം എന്തായാലും അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് അതിനുള്ള മറുപടിയൊക്കെ തരുന്നതായിരിക്കും. പിന്നെ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ടോ, ചേച്ചി എങ്ങനെയാണ് റീൽസ് എടുക്കുന്നത്, പൈസ കൊടുക്കാറുണ്ടോ, ഫോട്ടോഗ്രാഫറിന് പൈസ കൊടുക്കാറുണ്ടോ, ആരാണ് എഡിറ്റ് ചെയ്യുന്നതൊക്കെ ചോദിക്കാറുണ്ട്. ഫോട്ടോഗ്രാഫറിന് എൻ്റെ ഒരു ഷൂട്ടിന് ഞാൻ അങ്ങോട്ട് പൈസ കൊടുത്ത് ഒന്നും ചെയ്തിട്ടില്ല. പെയ്ഡ് ഷൂട്ട് ഞാൻ എടുക്കാറുണ്ട്. അത് നമുക്ക് പൈസ ഇങ്ങോട്ട് കിട്ടും. അത് ഭയങ്കര പൈസ ഒന്നും കിട്ടുമെന്ന് ഞാൻ പറയില്ല. നമുക്കൊരു ആവറേജ് ഒരു എമൗണ്ടേ കിട്ടുള്ളൂ. അതല്ല, നമുക്ക് ട്രാവലിംഗ് എക്സ്പെൻസ് ഫുഡും നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് പറയണം. അങ്ങനെ പേയ്മെന്റ് മേടിക്കാറുള്ള, ഞാൻ അങ്ങോട്ട് പൈസ കൊടുത്ത് ചെയ്യാറില്ല. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ഫോട്ടോസും റീൽസും ഒക്കെ എടുക്കുന്ന നന്ദനാണ്. എപ്പോൾ വിളിച്ചാലും നന്ദ ഫ്രീ ആണെങ്കിൽ ഓടി വരും, എവിടെയാണെങ്കിലും വരും, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ എത്ര മണിക്കൂർ വേണമെങ്കിലും ക്യാമറയും പിടിച്ചുകൊണ്ട് നിൽക്കാറുണ്ട്. എൻ്റെ ഈ ലാസ്റ്റ് എടുത്ത എല്ലാ വീഡിയോസും നന്ദന്റെ ആയിരുന്നു. പിന്നെ നന്ദനെ എഡിറ്റ് ചെയ്യാനുള്ള ടൈം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഈ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോസും ഞാൻ തന്നെയാണ് എഡിറ്റ് ചെയ്യുന്നത്. എവിടെയാണ് പഠിച്ചത്, ചേച്ചി എത്ര വരെ പഠിച്ചിട്ടുണ്ട്, ക്വാളിഫിക്കേഷൻ എങ്ങനെയാണ് എന്നൊക്കെ കുറേ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിനൊന്നും ഞാൻ കമന്റ് റിപ്ലൈ കൊടുത്തിട്ടില്ല. അപ്പൊ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യുമ്പോൾ പറയാൻ വിചാരിച്ചിട്ടുണ്ടായി. ഞാൻ +2 കഴിഞ്ഞിട്ട് വേറെ ഒന്നിനും ഞാൻ പോയിട്ടില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ പഠിക്കുന്നത് എന്നെ കൊല്ലണേന് തുല്യമായിരുന്നു. എനിക്ക് പഠിക്കുന്നതേ എനിക്ക് ഇഷ്ടമില്ല. എനിക്ക് എങ്ങനെയെങ്കിലും 10 ഒന്ന് ജയിച്ച് കിട്ടിയാൽ മതി. പഠിക്കാൻ ഇരിക്കുമ്പോഴേ എനിക്ക് ഉറക്കം, തൂക്കം, തലവേദന, ഇതൊക്കെയായിരുന്നു എൻ്റെ പരിപാടി. 9 വരെയൊക്കെ അങ്ങനെയായിരുന്നു കേട്ടോ. 9 വരെയൊക്കെ ഞാൻ 2 വിഷയത്തിൽ തോറ്റിട്ടുണ്ട്, മേടിച്ചിട്ടുണ്ട്, 0 മേടിച്ചിട്ടുണ്ട്, 5, 6 ഒക്കെ മേടിച്ച സബ്ജക്റ്റുകളൊക്കെ ഉണ്ട്. അപ്പൊ എൻ്റെ ടീച്ചർമാരെന്നെ പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ക്ലാസ്സിൽ പഠിക്കാൻ എനിക്ക് താല്പര്യം ഇല്ല. പിന്നെ നമ്മളെ ബെഞ്ചിൽ കുറെ പഠിപ്പികളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്, 8ലും 9ലും ഒക്കെ. അപ്പം അവരൊരു പഠിപ്പി ടീം, ഞങ്ങൾ പ്രത്യേകം പഠിക്കാത്ത ടീമുകളൊക്കെ ആയിരുന്നു. അപ്പൊ അപ്പോഴും എനിക്കിങ്ങനെ ഈ ഫീൽഡിലായിരുന്നു താല്പര്യം. ബ്യൂട്ടീഷ്യൻ ഫീൽഡ്, ഡ്രസ്സ് കാര്യങ്ങൾ, ഇതിനോടാണ് എനിക്ക് താല്പര്യം. ഒരുങ്ങി വരുന്ന പിള്ളേരെ പ്രത്യേകം ശ്രദ്ധിക്കുക, അതല്ലാതെ പഠിക്കുന്ന പിള്ളേരെ പ്രത്യേകം ശ്രദ്ധിക്കുക, അങ്ങനെയല്ല. അങ്ങനത്തെ മൈൻഡേ എനിക്കില്ലായിരുന്നു. പിന്നെ 10ാം ക്ലാസ് ആയപ്പോഴത്തേക്കും വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ പറയാനും ഉപദേശിക്കാനും മാമാരൊക്കെ ഉപദേശിക്കാനും ഒക്കെ തുടങ്ങിയതിന് ശേഷമാണ് പഠിക്കണം എന്നുള്ളൊരു മൈൻഡ് ഫുള്ളായി. പിന്നെ SSLC എക്സാം സമയത്തൊക്കെ വെളുപ്പിനൊക്കെ എണീച്ച് 4 മണിക്കും 4:30ക്കൊക്കെ എണീച്ചത് പഠിച്ചിട്ടുണ്ട്. ആ സമയത്ത് അമ്മ എൻ്റെ കൂടെ എണീറ്റിരിക്കാറുണ്ട്. പക്ഷേ SSLCക്ക് അത്യാവശ്യം നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നു. അതിലൊരുപാട് സന്തോഷം തോന്നി. പിന്നെ എനിക്ക് +1 +2 ആയപ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും പഠിത്തം നിർത്തിയാൽ മതി എന്നാൽ, എനിക്ക് പഠിക്കാനേ ഇഷ്ടമല്ല, പഠിക്കുന്നതേ ഇഷ്ടമല്ല. പഠിത്തത്തോടെ എന്തോ ഒരു ഇഷ്ടക്കുറവാണ്. അപ്പം +2 എല്ലാം കഴിഞ്ഞ് ഇപ്പൊ പിള്ളേരൊക്കെ ആയതിനു ശേഷം എന്നെ കുറേ പേര് ഉപദേശിച്ചിട്ടുണ്ട്. പഠിച്ചൂടെ, ഒരു ഗവൺമെന്റ് ജോലി മേടിച്ചൂടെ, ഗവൺമെന്റ് ജോലിക്ക് പൊക്കൂടെ, ഇപ്പൊ ഗവൺമെന്റ് ജോലിക്ക് മാത്രമേ വിലയുള്ളൂ എന്ന് വിചാരിക്കുന്നവരാണ് നമുക്ക് ചുറ്റുമുള്ള മിക്കവരും. എല്ലാ ജോലിക്കും അതിൻ്റെതായ വിലയുണ്ട്. നമ്മളൊരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യുന്നു, അല്ലെങ്കിൽ വേറെ എന്ത് ജോലി ചെയ്യുന്നു, ഒരു ക്ലീനിങ്ങിന് പോണ എല്ലാ ജോലിക്കും അതിൻ്റെതായ വില ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതല്ല പഠിച്ച് ഡോക്ടറായി, LLB എടുത്ത് അഡ്വക്കേറ്റ് ആയി, അല്ലെങ്കിൽ IAS ആയി, അല്ലെങ്കിൽ പോലീസായി, അവർക്ക് മാത്രമേ നമ്മളെ സമൂഹത്തിൽ ഭയങ്കര ഹൈ ലെവലെന്ന് ഉദ്ദേശിക്കരുത്. ഏത് താഴ്ന്ന ജോലി ചെയ്യുന്നവർക്കും അതിൻ്റെതായ വിലയുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ വിശ്വസിക്കുന്ന ചുരുക്കം ചിലർ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ പഠിക്കാൻ എന്നോട് ഇങ്ങനെ ഉപദേശിക്കുമ്പോൾ എനിക്കിപ്പോ പഠിക്കാൻ താല്പര്യമില്ല. പിള്ളേരൊക്കെ അവർക്ക് ഏകദേശം ഒന്ന് സെറ്റ് ആയപ്പോഴത്തേക്കും ഇനിയെങ്കിലും പഠിച്ചുകൂടെ. അപ്പൊ നമുക്ക് വീട്ടു ജോലിയുടെ ഇടയിൽ പിള്ളേരെ നോക്കണം, പിള്ളേരെ പഠിപ്പിക്കണം, നമ്മളെ ജോലി ഒതുക്കണം, പിന്നെ ഇടയിൽ നമുക്ക് പഠിക്കണം. അതെല്ലാം കൂടെ എന്തായാലും ഒരു വീട്ടമ്മയെ കൊണ്ട് ഒരിക്കലും പറ്റൂല. ചില വീട്ടമ്മമാര് ചിലർ പഠിക്കുന്നവരും കാണുമായിരിക്കും, പക്ഷെ നമുക്ക് അതിനോടൊരു അറ്റാച്ച്മെന്റ് വേണം. അതെല്ലാം നമ്മൾ വിചാരിക്കാൻ നമുക്ക് എന്തായാലും നടക്കൂല. അപ്പൊ ഞാൻ ഈ ഒരു ഫീൽഡിലോട്ട് അങ്ങ് വളഞ്ഞു. എനിക്ക് പഠിത്തം മൊത്തത്തിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ ഒരു ഫീൽഡ്. അപ്പം എനിക്ക് ഇതായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. ഇപ്പൊ മിക്ക വീട്ടമ്മമാരും ഇങ്ങനെ മടിച്ചിരിക്കുന്നുണ്ടായിരിക്കും.
ജോലിക്ക് പോവാൻ പറ്റൂല, ടൈം കിട്ടൂല, വീട്ടിൽ ഇരുന്ന് വർക്ക് ചെയ്യാൻ ടൈം കിട്ടൂല, പഠിക്കാൻ ചില നല്ല ക്വാളിഫിക്കേഷൻ ഉള്ള വീട്ടമ്മമാരൊക്കെ കാണും, അവർക്ക് പഠിക്കണമെന്നും കാണും മനസ്സിൽ. പക്ഷെ അവരതെല്ലാം ഒഴിവാക്കി അവർ ലൈഫിലുള്ള കുറേ പ്രാരാബ്ദങ്ങൾ എടുത്ത് തലയിൽ വെച്ചിട്ടായിരിക്കും സ്വന്തമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് വരണം, നമുക്കും ജയിക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. നമ്മൾ വിചാരിച്ചാലേ നമ്മളുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. ശ്രമിച്ചു കഴിഞ്ഞാൽ എന്തായാലും നടക്കും കേട്ടോ. എനിക്ക് പഠിക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ +2 എപ്പോഴേ മതിയാക്കി. എനിക്ക് പഠിത്തത്തോട് വലിയ അറ്റാച്ച് ഇല്ലായിരുന്നു, എനിക്ക് ഈ ഫീൽഡായിരുന്നു. അപ്പൊ ഈ ഫീൽഡിൽ ഇപ്പൊ അത്യാവശ്യം എനിക്ക് കുറെ യൂസ് ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. അന്ന് കളിയാക്കിയവരൊക്കെ ഇപ്പൊ എന്റെ അടുത്ത് വന്ന് ചോദിക്കാറുണ്ട്. അതായത് എന്റെ കൂടെ പഠിച്ച എല്ലാരും അല്ല, കുറച്ച് പേരൊക്കെ ഉണ്ട് ആ സമയത്ത് പഠിക്കൂല, അങ്ങനെ നടക്കണം, ഇങ്ങനെ വറ്റിത്തിരിഞ്ഞ് നടക്കണം എന്നൊക്കെ പറഞ്ഞോര് ഇപ്പൊ വന്ന് വിജി അല്ലെങ്കിൽ എന്നെ എവിടെയെങ്കിലും കാണുമ്പോഴത്തേക്കും ഇത് വിജയല്ലേ, ഇത് ഇങ്ങനെ മാറി, അങ്ങനെ ഇങ്ങനെ മാറി പിന്നെ മെസ്സേജ് അയക്കാറുണ്ട്. പിന്നെ ഓരോത്തിന് എന്റെ സ്റ്റാറ്റസ് സ്റ്റോറി ഇത് എന്റെ ചങ്ക് ഫ്രണ്ട് വിജി എന്നൊക്കെ പറഞ്ഞൊക്കെ അന്ന് എന്നെ കുറ്റം പറഞ്ഞവരൊക്കെ ഇപ്പൊ ഇടാറുണ്ട്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എല്ലാരും അല്ല, അന്ന് അറ്റാച്ച് ആയിട്ടും ഇപ്പോഴും എന്നിട്ട് നല്ല കൂട്ടായിട്ട് നിൽക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ലൈഫിലുള്ളത്. ഇതിനകത്ത് പ്രത്യേകിച്ച് എനിക്കൊന്നുമില്ല. സ്ട്രഗിൾ ചെയ്ത കാര്യം പറയാനാണ് എനിക്ക് ഒരുപാട് പറയാനുണ്ട്. അടി കിട്ടിയ തൊട്ട് ഞാൻ ഇങ്ങറ്റം സൂയിസൈഡിൽ നിന്ന ഒരു ടൈം വരെ ഉണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യട്ടോ. ഞാൻ എന്തായാലും എല്ലാ കാര്യവും ഷെയർ ചെയ്യും, ഒന്നും ഹൈഡ് ചെയ്യൂല. പിന്നെ എന്റെ ഫ്രണ്ട്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ആകെ എന്റെ ചങ്കത്തി, എന്റെ ബെസ്റ്റ് ഒരേ ഒരാളെ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ, എന്റെ വിചിത്ര മാത്രം. അവളാണ് പാർലർ ഇട്ടത്. അവളാണ് എന്നെ ഓരോ കാര്യത്തിലും അതായത് അങ്ങ് വീണ് പോയ ടൈമിലും എന്നെ കൈ പിടിച്ച് കൊണ്ടുവന്ന എന്റെ ഫാമിലി, എന്റെ സഹോദരങ്ങളോ ഒന്നുമല്ല, അവൾ ഒറ്റ ഒരാൾ മാത്രമാണ്. ഞാനും അവളുമായിട്ടുള്ള 12 വർഷമാകുമ്പോൾ ഫ്രണ്ട്ഷിപ്പ്. അത് അവളുടെ ഫാമിലിയിലായിക്കോട്ടെ എന്റെ ഫാമിലിയിലായിക്കോട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫാമിലി പരമായിട്ട് ഭയങ്കര അറ്റാച്ച് ആണ്. അവളുടെ അമ്മയെ ഞാൻ അമ്മ എന്നെല്ലാം വിളിച്ച് അങ്ങോട്ട് ഓടിക്കയറി ചെല്ലാം. എനിക്ക് എപ്പോ വേണോ, ഏത് രാത്രിയോ ഏത് പകലോ എനിക്ക് ഓടിക്കയറി ചെല്ലാം ഉള്ളൊരു വീട്, എനിക്ക് അത്രയും സ്വാതന്ത്ര്യമുള്ളൊരു വീട്. അവളുടെ അനിയത്തി ചക്കര എന്റെ അനിയത്തിയെ പോലെ എന്റെ അനിയത്തി കണക്ക് തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നതും ഷെയർ ചെയ്യുന്നതും. ഒരുപക്ഷെ ഞാൻ എന്റെ അനിയത്തി എടുത്ത് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതിനേക്കാളും ഇവരടുത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യുന്നത്. ഞാൻ സൂയിസൈഡ് അറ്റംപ്റ്റ് നിന്ന സമയത്ത് മെഡിക്കൽ കോളേജിലൊക്കെ 2-3 ദിവസം ഞാൻ കിടന്നിട്ടുണ്ടായിരുന്നു, തലയ്ക്ക് ചെറിയ പ്രശ്നമായിട്ട് CT സ്കാനൊക്കെ. പക്ഷെ ആ സമയത്ത് എന്റെ പ്രശ്നങ്ങൾ, എന്റെ ഇഷ്യൂസ് ഒക്കെ അറിഞ്ഞ് ആ വർക്കിന്റെ അവിടുന്ന് നേരെ അത് കളഞ്ഞിട്ട് ഓടി വന്നത് ഇവള് മാത്രമാണ്. ആ കൂട്ടത്തിൽ ആതിര ഉണ്ടായിരുന്നത്. പിന്നെ വിചിത്രയെ പരിചയപ്പെട്ടതിന് ശേഷമാണ് ആതിര കമ്പനിയായി. പിന്നെ ഗീതു ചേച്ചി, ഞാനും ചേച്ചിയൊക്കെ ഞാനും ചേച്ചിയും വിചിത്രയെ ഒരുമിച്ചാണ് ബ്യൂട്ടീഷ്യൻ പഠിച്ചത്. അങ്ങനെയുള്ള കമ്പനിയാണ് ഇവരുമായിട്ടൊക്കെ. ഗീതു ചേച്ചി ഇപ്പം നമ്മളെ ക്രൈം ബ്രാഞ്ചിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അവരുമായിട്ടൊക്കെ നല്ല കൂട്ടാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ ഈ ഫീൽഡിലോട്ട് ഇറങ്ങിയ ശേഷം പിന്നെയും കുറേ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടുണ്ട്. എല്ലാവരുമായിട്ട് അങ്ങനെ ഡീപ്പായിട്ടുള്ള അത്യാവശ്യം കുറച്ച് പേര് മാത്രം. പിന്നെ നന്ദനുമായിട്ട് നല്ല കമ്പനിയാണ്. പിന്നെ തൻസിയായിട്ട് നല്ല കമ്പനിയാണ്. ഞാനും തൻസിയായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 6 വർഷം ആകുമ്പോഴാണ്. വിചിത്രയെ പോലെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് തൻസി. എൻ്റെ ലൈഫിലെ എല്ലാ കാര്യവും ഞാൻ അവനോട് ഷെയർ ചെയ്യാറുണ്ട്. തൻസിക്കും വിചിത്രയ്ക്കും അറിഞ്ഞൂടാത്ത ഒരു കാര്യങ്ങളും എൻ്റെ ലൈഫിലില്ല. അതുപോലെ തന്നെയാണ് അവരുടെ ലൈഫിൽ അറിഞ്ഞുകൂടാത്ത ഒരു കാര്യവും എനിക്കും ഇല്ല. അത്രയും നല്ല ബോണ്ടാണ് ഞങ്ങൾ 3 പേരും. പ്രബിനുമായിട്ട്, അതായത് വിചിത്രയുടെ ഹസ്ബൻഡും അങ്ങനെയാണ്. നമ്മളൊരു ഗ്യാങ് ആണ്. ഇപ്പം എവിടെ ട്രിപ്പ് പോകണമെന്നുണ്ടെങ്കിലും ആദ്യം ഞാൻ പറയുന്ന അവളോടായിരിക്കും, അല്ലെങ്കിൽ അവൾ എന്ത് ചെയ്യുന്നെങ്കിലും ആദ്യം എന്നോടായിരിക്കും പറയുന്ന. ഒരു ഷൂട്ട് പോലും പലപ്പോഴും എന്നെ ഷൂട്ടിന് കൊണ്ടുപോകുന്നതും എനിക്ക് വേണ്ട ഫോട്ടോസ് വീഡിയോസ് എല്ലാം എടുത്തിരുന്ന എല്ലാം തൻസിയാണ്. എനിക്ക് അത്രയും സപ്പോർട്ടായിട്ടാണ് നിൽക്കുന്നത്. ഫാമിലി പരമായിട്ട് നല്ല അറ്റാച്ചാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടമാണ് എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ. നമ്മൾ ഓണം വരുമ്പോഴും എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മളിവിടെ കൂടാറുണ്ട്. ഇപ്പൊ ലാസ്റ്റ് ഈ ഞങ്ങളെ കുടുംബക്ഷേത്രത്തിലെ ഉത്സവത്തിന് അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഗ്യാങ്ങായിട്ട് ഡാൻസ് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഉടനെ ഉള്ള അടുത്ത ഷോർട്സിൽ കാണിക്കും കേട്ടോ. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഫ്രണ്ട്സ്. ഒരുപാട് ഫ്രണ്ട്സ് ഒന്നുമില്ല, എനിക്ക് ഡീപ്പായിട്ട് ഉള്ളതെന്ന് പറഞ്ഞാൽ വിചിത്ര, തൻസി, ചക്കര, പ്രബിന്, ആതിര, ഗീതു ചേച്ചി, പിന്നെ സ്വാതി, പിന്നെ പ്രിയദർശിനി, അതൊക്കെയാണ് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ്. ഇത്രയൊക്കെയുള്ള അപ്പം ഇന്നത്തെ വിശേഷം. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും എന്നെ കുറിച്ച് അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയെ കുറിച്ച് വേറെ എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് സ്കിൻ കെയറോ വേറെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. അപ്പം എന്തായാലും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. നിങ്ങൾക്ക് പാർട്ട് 2 ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.